മാസ്റ്റർ കീ അക്കാഡമിയുടെ ഏറ്റവും പുതിയ സെക്ഷനിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9th question is effective number of zinc and S2 minus ion in ZnS crystal. Zn, that is zinc S. ഇത് ഏത് ക്രിസ്റ്റൽ ആണെന്ന് മനസ്സിലായോ? It is called zinc blend. Okay, so this crystal is called zinc blend. അപ്പോൾ zinc and sulfur ആണ് ഇതിലെ മെമ്പേഴ്സ്. സോ സിങ്ക് ബ്ലെൻഡിൻ്റെ പ്രത്യേകത പറയാം. ഇറ്റ് ഹാവ് എ FCC arrangement. സിങ്ക് ബ്ലെൻഡ് ഹാസ് എ FCC arrangement, that is face-centered cubic crystal. ഇതിൽ സിങ്കിൻ്റെ എണ്ണം 4 ആണ്, സൾഫറിൻ്റെ എണ്ണവും 4 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകത ഇറ്റ് ഹാസ് 8 ടെട്രാഹീഡ്രൽ വോയിഡ്. എത്ര? 8 ടെട്രാഹീഡ്രൽ വോയിഡ്സ് ഉണ്ട്. 8 ടെട്രാഹീഡ്രൽ വോയിഡ്സ് ഉണ്ട്. ഈ 8 ടെട്രാഹീഡ്രൽ വോയിഡ്സിൽ 4 എണ്ണത്തിലും Zn2+ ആണ് ഇരിക്കുന്നത്. ഇത് എക്സ്ട്രാ പോയിന്റ്സ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. 4 of the tetrahedral voids are occupied by Zn2+. ഓക്കെ, അപ്പോൾ ഇത് FCC അറേഞ്ച്മെൻ്റ് ആണ്. ZnS എന്ന് പറഞ്ഞാൽ സിങ്ക് ബ്ലെൻഡ്. ഇറ്റ് ഈസ് FCC അറേഞ്ച്മെൻ്റ് ആണ്. 4 സിങ്ക് ആറ്റംസ്, 4 സൾഫർ ആറ്റം, ദെൻ 8 ടെട്രാഹീഡ്രൽ വോയിഡ്സ് ഉണ്ട്. ഈ 8 ടെട്രാഹീഡ്രൽ വോയിഡ്സിൽ 4 വോയിഡ്സിലും Zn ഇരിക്കുന്നുണ്ട്. സോ ദ കോർഡിനേഷൻ നമ്പർ 4 4 അല്ലേ? സോ ദ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 4:4. ഓക്കെ, സോ ദ ആൻസർ, the effective number of Zn and S2 minus ions in ZnS crystal are, എത്ര പേരുണ്ട്? Zn 4 ഉണ്ട്, സൾഫർ 4 ഉണ്ട്. സോ 8 4 it is wrong, 4 4 it is right, 4 8 it is wrong. സോ ശ്രദ്ധിക്കുക, 4 8 ഉണ്ട്, 8 4 ഉണ്ട്. ഇങ്ങനെയും തരാം. ഈ ഒരു കോംപ്ലക്സിൽ രണ്ടും സെയിം ആയതുകൊണ്ട് നോ പ്രോബ്ലം. സോ നൺ ഓഫ് ദീസ്. സോ ദ ആൻസർ ഇറ്റ് ഈസ് 4,4. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അബ്സോർബൻസ് ഓഫ് എ സൊല്യൂഷൻ ഹൂസ് ട്രാൻസ്മിറ്റൻസ് ഈസ് 50%. ഒരു സൊല്യൂഷൻ്റെ അബ്സോർബൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം, ഡയറക്റ്റ് ചോദ്യം. ട്രാൻസ്മിറ്റൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര? 50%. ഓപ്ഷൻ എ 0.690, ഓപ്ഷൻ ബി 0.301, ഓപ്ഷൻ സി 1.301, ഓപ്ഷൻ ഡി 1.699. നോക്കാം. നമുക്കറിയാം അബ്സോർബൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം അല്ലേ? അബ്സോർബൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് മൈനസ് ലോഗ് I0 മൈനസ് ഡിവൈഡഡ് ബൈ I. മൈനസ് ലോഗ് I0 ഡിവൈഡ് ബൈ I ആണ് അബ്സോർബൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതർവൈസ് നമുക്ക് ഇതിനെ മാറ്റിയാൽ അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് എന്നും കൊടുക്കാം. അറിയാമല്ലോ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. സോ ഇതിലേക്ക് നമുക്ക് വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ അബ്സോർബൻസ് ആണ് കണ്ടുപിടിക്കുന്നത്, ട്രാൻസ്മിറ്റർ 50% ആണ് തന്നിട്ടുണ്ട് ട്രാൻസ്മിറ്റൻസ്. അപ്പോൾ നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മൈനസ് ലോഗ് 50 ഡിവൈഡഡ് ബൈ 100. Okay, 50 divided by 100, 1/2. So absorbance is equal to minus log 1/2 ആണ്. So the answer it is approximately it is equal to 0.301. Okay, so option A 0.699 is wrong. Option B 0.301. Option C it is wrong. Option D it is wrong.
ഓക്കെ, സോ ഏതൊരു സൊല്യൂഷൻ്റെ അബ്സോർബൻസും ട്രാൻസ്മിറ്റൻസുമാണ് എങ്കിൽ അബ്സോർബൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൈനസ് ലോഗ് I0/I, ദെൻ മൈനസ് ലോഗ് പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്മിറ്റൻസ്, രണ്ട് ഇക്വേഷൻസ്. അപ്പോൾ ട്രാൻസ്മിറ്റൻസിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ മൈനസ് ലോഗ് 1/2, ദ ആൻസർ ഇറ്റ് ഈസ് 0.301. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇൻ Morse method. Indicator used in Morse method is option A fluorescent, option B eosine, option C ferroin and option D chromate. So Morse method ആണ്. ക്രോമേറ്റിൻ്റെ പ്രത്യേകത അറിയാം. The chromate is used as the indicator in argentometric determination of bromide, chloride and cyanide etc. അറിയാവുന്നതാണ്. സോ ക്രോമേറ്റ് ഈസ് ദ ഇൻഡിക്കേറ്റർ ഇൻ മോസ് മെത്തേഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ക്രോമേറ്റിൻ്റെ പ്രത്യേകത, ക്രോമേറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇൻ ദി അർജന്റോമെട്രിക് determination of chloride, bromide and cyanide etc. ഈ ഒരു പോയിന്റ് മറക്കരുത്. സോ chromate it is used in the Morse method. The indicator used in the Morse method is the option D is the right. ക്ലിയർ ആണല്ലോ? യെസ്. സോ ഇൻഡിക്കേറ്ററും അവിടെ ഉപയോഗിക്കുന്ന ഏത് റിയാക്ഷൻസ് അവിടെ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററിനെയും പരിചയപ്പെടാം. Next question, question number 12. The number of bridging carbonyl in IR 4 times CO12 at low temperature. Okay, അപ്പോൾ ബ്രിഡ്ജിങ് കാർബണൈലിൻ്റെ എണ്ണമാണ്. കോംപ്ലക്സ് IR ഇറിഡിയം 4 times, കാർബണൈൽ 12 times. ഓപ്ഷൻ A 3, ഓപ്ഷൻ B 9, ഓപ്ഷൻ C 6, ഓപ്ഷൻ D 0. നോക്കാം നമുക്ക്. തന്നിരിക്കുന്ന കോംപ്ലക്സ് IR 4 times CO 12 times ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. 4 IR ആണ്. സോ IR ഇറിഡിയം IR കാർബണൈൽ എല്ലായിടും ഫില്ലിംഗ് വിത്ത് കാർബണൈൽ. Okay, so this is the structure of IR ഇറിഡിയം 4 times CO 12 times. Okay, ഇതാണ് എന്ത് IR 4 times CO 12 ടൈംസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ സാധാരണ രണ്ട് ടൈപ്പ് കാർബണൈലുണ്ട്. ബ്രിഡ്ജിങ് കാർബണൈലുമുണ്ട്, ടെർമിനൽ കാർബണൈലുമുണ്ട്. ഓക്കെ, ബ്രിഡ്ജിങ് കാർബണൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ ദിസ് ഇസ് എ ബ്രിഡ്ജിങ് കാർബണൈൽ. ബട്ട് ഇവിടെ ഒന്നുമില്ല, എല്ലാം എന്താണ്, ടെർമിനൽ കാർബണൈലാണ്. ഓക്കെ, സോ ബ്രിഡ്ജിങ് കാർബണൈൽ ഇവിടെ ഉണ്ടോ? ഇല്ല. സോ ദ നമ്പർ ഓഫ് ബ്രിഡ്ജിങ് കാർബണൈൽ ഇൻ IR 4 times CO 12 times at a low temperature it is option D 0. ഓക്കെ, 3 ബ്രിഡ്ജിങ് കാർബണൈൽ ഉണ്ടോ? ഇല്ല. 9 എണ്ണം ഉണ്ടോ? ഇല്ല. 6 എണ്ണം ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല, 0. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, സോ ദ നമ്പർ ഓഫ് ബ്രിഡ്ജിങ് കാർബണൈൽ, ശ്രദ്ധിക്കുക, ബ്രിഡ്ജിങ് കാർബണൈലാണ്. ക്വസ്റ്റ്യനിൽ എന്നാൽ ദ നമ്പർ ഓഫ് ടെർമിനൽ കാർബണൈൽ എന്ന് ചോദിച്ചാലോ? വാട്ട് ഈസ്, അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് ടെർമിനൽ കാർബണൈൽസ് ഇൻ ദിസ് കോംപ്ലക്സ്. എത്ര ടെർമിനൽ കാർബണൈൽ ഉണ്ട്? 3, 6, 9 and 12. 12 ടെർമിനൽ കാർബണൈൽ, ബിക്കോസ് ഓൾ ദി കാർബണൈൽസ് ആർ ഇൻ ടെർമിനൽ പൊസിഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് ബ്രിഡ്ജിങ് കാർബണൈൽ ഇൻ IR 4 times CO 12, ദറ്റ് ഈസ് 0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
Next one, term symbol for boron is B. B for boron. B എന്ന് പറയുന്നത് ബോറോൺ ആണ്, അറ്റോമിക് നമ്പർ 5. ഓക്കെ, അതിന് ടേം സിമ്പിൾ കണ്ടുപിടിക്കാനാണ്. എല്ലാ എക്സാമിനും ഒരു ടേം സിമ്പിൾ കണ്ടുപിടിക്കാൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടേം സിമ്പിൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോകുക. സോ ബോറോൺ ആണ്, അറ്റോമിക് നമ്പർ 5 ആണ്. സോ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 1s2 2s2 2p1. ഓക്കെ, ദിസ് ഈസ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബോറോൺ. അപ്പോൾ 2p1ലാണ് എൻഡ് ചെയ്തിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ നമുക്ക് ഷെല്ല് വരയ്ക്കാം. പി ഷെല്ല് വരയ്ക്കാം. 3 ആണ് അതിനകത്ത്. -1 0 1. ദാറ്റ് ഈസ് px py pz. px py ആൻഡ് pz. 2pയിൽ ഒറ്റ ഇലക്ട്രോണുകളേ ഉള്ളൂ. ബോറോൺ 1s2 2s2 2p1 ആണ്. ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. സോ ദ ഫസ്റ്റ് ഷെൽ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് 1 ഇലക്ട്രോൺ. ഓക്കെ, ദിസ് ഈസ് ദ സ്ട്രക്ചർ. ഓക്കെ, ഇനി നമുക്കറിയാം ടേം സിമ്പിൾ എഴുതാൻ. ടേം സിമ്പിൾ എഴുതണമെങ്കിൽ ദ ജനറൽ ഫോർമുല ഓഫ് ടേം സിമ്പിൾ ഇറ്റ് ഈസ് 2s + 1 Lj. 2s + 1 Lj. This is the general formula of ടേം സിമ്പിൾ. ഇവിടെ എസ് സ്പിൻ, എത്ര സ്പിൻ ഉണ്ടെന്ന് നോക്കാം. എസ് എത്രയുണ്ട്? ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ, ശരിയല്ലേ? സോ ദ സ്പിൻ ഇറ്റ് ഈസ് 1/2. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിലോ 1/2 + 1/2 ദറ്റ് ഈസ് 1. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിലോ 3 എണ്ണം ഓരോന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലോ 1/2 + 1/2 + 1/2. ക്ലിയർ ആണല്ലോ? യെസ്. സോ ഹിയർ ദ സ്പിൻ ഇറ്റ് ഈസ് 1/2. ഓക്കെ, 2s + 1 ആണ് ടോപ്പിൽ വരേണ്ടത്. സോ 2s + 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ 2 × s കിട്ടി 1/2 + 1. സോ 2 × 2 കട്ട് ചെയ്തു. 1 + 1 2. അപ്പോൾ മുകളിലുള്ള ആളെ കിട്ടി ഇറ്റ് ഈസ് 2. ഇനി എല്ലിനെ കണ്ടുപിടിക്കണം, ജെയെ കണ്ടുപിടിക്കണം. നോക്കാം. എൽ എന്ന് പറയുന്നത് ഹിയർ എൽ -1-ലല്ലേ ഒരു ഇലക്ട്രോൺ ഉള്ളത്. ആ ഒരേ ഒരു ഇലക്ട്രോൺ അല്ല ഉള്ളൂ. സോ എൽ ഈസ് ഈക്വൽ ടു മോഡുലസ് ആണ്. സോ 1. എൽ ഈസ് ഈക്വൽ ടു 1. എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. എൽ വാല്യൂ 0 ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എസ്. ഓക്കെ, 1 ആണെങ്കിൽ പി ആയിരിക്കും. ദെൻ 2 ആണെങ്കിൽ ഡി ആയിരിക്കും. 3 ആണെങ്കിൽ എഫ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. സോ ഹിയർ 1 ആൻഡ് വിച്ച് ഇൻഡിക്കേറ്റ്സ് പി. സോ 2s + 1 എല്ലും കിട്ടി. എങ്ങനെയാ? 2 എൽ എത്ര? പി. ഇനി ജെ മാത്രം കിട്ടിയാൽ മതി. ജെ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എൽ + എസ് ടു എൽ - എസ് ആണ്. ഇവിടെ എൽ എന്ന് പറയുന്നത് 1 ആണ്, എസ് എന്ന് പറയുന്നത് 1/2 ആണ്. സോ 1 + 1/2 to 1 - 1/2. 1 + 1/2 എന്ന് പറഞ്ഞാൽ 3/2. Then here 1/2. So the two possible values are 2p 3/2 ആകാം, അല്ലെങ്കിൽ 2p 1/2 ആകാം. So these are the two time symbols for boron. ഓക്കെ, ഇത് രണ്ടുമാണ് ബോറോണിൻ്റെ ടേം സിമ്പിൾസ് ആയിട്ട് അറിയപ്പെടുന്നത്. 2p 3/2 ആവാം, 2p 1/2 ആവാം. ഇവിടെ ശ്രദ്ധിക്കുക, 2p 3/2 അല്ലേ ആൻസറിൽ ഉള്ളത്? 2p 3/2. ഇവിടെ 3p 3/2 ആണോ? തെറ്റാണ്. 2p 3/2 ശരിയുണ്ട്. 1p തെറ്റാണ്. 2p 5/2. സോ ദ ആൻസർ ഇറ്റ് ഈസ് 2p 3/2, ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓപ്ഷന് ഒന്നുകിൽ ഇത് തരാം, അല്ലെങ്കിൽ ഇത് തരാം, രണ്ടും വരാം. ക്ലിയർ ആണല്ലോ? ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കും ഉറപ്പായിട്ടും, അതായിരിക്കും റൈറ്റ് ആൻസർ. സോ ടേം സിമ്പിൾ എന്ന് ഓർക്കുമ്പോഴേ 2s + 1 Lj എന്ന് ഓർത്ത് വെച്ചിരിക്കുക. 2s + 1 Lj. ദാറ്റ് ഈസ് ദി ടേം സിമ്പിൾ. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
dou by dou x is equal to. അടുത്ത question, x dou by dou x is equal to. So it is a question coming from quantum mechanics. Quantum mechanics ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. പലതവണ എക്സാമിന് വന്നിട്ടുണ്ട്. സോ ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഹിയർ എക്സ് ഡോ ബൈ ഡോ എക്സ് ഓപ്ഷൻ എ -1, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 0 ആൻഡ് ഓപ്ഷൻ ഡി 2. അപ്പോൾ ഇത് കമ്മ്യൂട്ടേറ്റർ പ്രോപ്പർട്ടി വെച്ച് ചെയ്തുകൊണ്ട് വരേണ്ട ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും സിമ്പിൾ ഇക്വേഷൻസ് ഞാൻ പറഞ്ഞു തരുന്നു. എക്സ് റൈസ് ടു എൻ, എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എക്സ് റൈസ് ടു എൻ ഡോ ബൈ ഡോ എക്സ്, ഇതങ്ങനെയുള്ള ആ ഒരു മോഡൽ ക്വസ്റ്റ്യനാണ്. എക്സ് റൈസ് ടു എൻ എന്നിവിടെ എത്ര 1 അല്ലേ, ഡോ ബൈ ഡോ എക്സ്. ഇങ്ങനെ വരുവാണെങ്കിൽ ദ ആൻസർ ഈസ് -n x റൈസ് ടു n -1, -n x റൈസ് ടു n -1 ആയിരിക്കും ആൻസർ. ദിസ് ഈസ് എ ഷോർട്ട് കീ, ഒരു ഷോർട്ട് വേ ആണിത്. എക്സ് റൈസ് ടു എൻ ഡോ ബൈ ഡോ എക്സ് എന്നുള്ള രീതിയിൽ ഏത് ചോദ്യം വന്നാലും ദ ആൻസർ ഇറ്റ് ഈസ് -n x റൈസ് ടു n -1 ആയിരിക്കും. ഈ മൈനസ് ഇടാൻ മറക്കരുത്, കാരണം മൈനസ് എന്നുള്ളൊരു ഓപ്ഷനും കാണും, പ്ലസ് എന്നുള്ളൊരു ഓപ്ഷനും കാണും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് എക്സ് ഡോ ബൈ ഡോ എക്സ് ആണല്ലോ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എക്സ് ഡോ ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 1 ആണ്, ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 1. സോ ദ ആൻസർ അപ്പോൾ എന്ത് വരും, -n1 അല്ലേ. അപ്പോൾ -1 ഇൻറ്റു എക്സ് റൈസ് ടു n1 അല്ലേ, 1 - 1, 1 - 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ദ ആൻസർ ഇറ്റ് ഈസ് -1. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ എ -1 ഉണ്ട്, ഓപ്ഷൻ ബി +1 ഉണ്ട്. ഇതാണ് തെറ്റിക്കാനുള്ള ഏറ്റവും വലിയ, അതായത് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. ഈ സിമ്പിൾ ഇടാൻ മറന്നു പോയാൽ റോങ് ആൻസർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഹിയർ ദ ആൻസർ ഇറ്റ് ഈസ് -1. ഓക്കെ, സോ എക്സ് റൈസ് ടു എൻ ഡോ ബൈ ഡോ എക്സ് എന്നുള്ള ഏത് ഫോർമുലയും വന്നാലും, മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ഡോ ബൈ ഡോ എക്സ്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അതുപോലെ തന്നെ നമുക്കറിയാം -n എക്സ് റൈസ് ടു n -1 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 2 ആണ്. അപ്പം -2 എക്സ് റൈസ് ടു 2 - 1, ദാറ്റ് ഈസ് 1. ദാറ്റ് ഈസ് ദ ആൻസർ, ഇറ്റ് ഈസ് -2x. ഓപ്ഷനിൽ ഉറപ്പായിട്ടും -2x കാണും, 2x കാണും. ഓക്കെ ആണല്ലോ. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ടൈപ്പ് പ്രോബ്ലം ഉണ്ട്, ഓർത്ത് വെച്ചിരിക്കുക. എക്സ് റൈസ് ടു n px, എക്സ് റൈസ് ടു n px എന്ന് പറയുന്നൊരു ചോദ്യവും വരാം. അപ്പോൾ അതിനും ഒരു ഷോർട്ട് വേ ഉണ്ട്, i h കട്ട് n എക്സ് റൈസ് ടു n -1, i h കട്ട് n എക്സ് റൈസ് ടു n -1 ആണ്, എക്സ് റൈസ് ടു n px. ഓക്കെ, h കട്ട് എന്താണെന്ന് അറിയാലോ, h/2π, h കട്ട് h/2π. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് സ്ക്വയർ px, ഇതാണ് ചോദ്യം. എക്സ് സ്ക്വയർ px എങ്ങനെയാ? സിമ്പിൾ. എങ്ങനെയാ? i h കട്ട്, ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ഫോർ എവരി വൺ. n ഇവിടെ എത്ര? 2 ആണ്. സോ 2 എക്സ് 2 - 1 എത്ര? 1. സോ എക്സ്. സോ ദ ആൻസർ ഈസ് i h കട്ട് 2x. ക്ലിയർ ആണല്ലോ. അപ്പോൾ എക്സ് റൈസ് ടു n px എന്ന് പറയുന്നൊരു മോഡൽ വരാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഓർത്ത് വെച്ചിരിക്കുക, i h കട്ട് n എക്സ് റൈസ് ടു n -1, i h കട്ട് n എക്സ് റൈസ് ടു n -1. എക്സ് റൈസ് ടു n ഡോ ബൈ ഡോ എക്സ് എന്തായിരുന്നു? -n എക്സ് റൈസ് ടു n -1. രണ്ട് ഫോർമുലയും വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് വിത്ത് ക്വാണ്ടം മെക്കാനിക്സ്. എക്സ് ഡോ ബൈ ഡോ എക്സ്, ദ ആൻസർ ഇറ്റ് ഈസ് -1. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, കോംപ്ലക്സസ് formed by the lanthanide with hindered beta diketonates can be separated by option A
gel permeation chromatography. Option B, gas chromatography. Option C, gel filtration chromatography. And option D, ion exchange chromatography. ഓക്കെ, 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ലാന്തനൈഡുകൾ ബീറ്റ ഡൈ കീറ്റോണേറ്റ്സുമായിട്ട് ഒരുപാട് കോംപ്ലക്സുകൾ ഫോം ചെയ്യും. ഇതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും, ഏത് ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ക്രോമാറ്റോഗ്രാഫിയിൽ നിങ്ങൾ വിശദമായിട്ട് പഠിച്ചു കാണാം. ഓക്കെ, ഓരോ ക്രോമാറ്റോഗ്രാഫിയിലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. സോ ലാന്തനൈഡിനെയും ബീറ്റ ഡൈ കീറ്റോണേറ്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫിയാണ്. ഓക്കെ, എന്നാൽ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാഫിയും ഉപയോഗിക്കാറുണ്ട്. പല പുസ്തകങ്ങളിലും ഗ്യാസ് ക്രോമാറ്റോഗ്രാഫിയും അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാഫിയും ലാന്തനൈഡ്സിനെയും ബീറ്റ ഡൈ കീറ്റോണേറ്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ PSC അംഗീകരിച്ച ആൻസർ ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി ആയിരുന്നു. ഓക്കെ, പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാഫി റൈറ്റ് ആണെന്ന്. ബട്ട് ദ ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി ഈസ് ഗവൺ ഇൻ ദി PSC തന്ന ആൻസർ ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി ആയിരുന്നു. സോ ഓർത്തു വെച്ചിരിക്കുക, ലാന്തനൈഡ്സിനെയും ബീറ്റ ഡൈ കീറ്റോണൈഡ്സിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് C2B9H12 minus. So the complexity is C2B9H12 മൈനസ്. ഓക്കെ, അപ്പം നമ്മളിത് കൃത്യമായിട്ട് ബോറോൺ കേജസിൽ ആ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ബോറോൺ കേജസിലെ 4 പേര് അല്ലേ? ഒന്നാമത്തെ ആൾ പറഞ്ഞോളുക, ക്ലോസോബൊറൈൻ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റുകളും ഓർത്ത് വെച്ചിരിക്കുക. 2 നിഡോബൊറൈൻ. 3 അരക്നോബൊറൈൻ. 4 ഹൈപ്പോബൊറൈൻ. 5ാമത് ഒരെണ്ണം ഉണ്ടായിരുന്ന കൺജങ്ക്റ്റോബൊറൈൻ. ഇങ്ങനെ 5 ടൈപ്പ് ബൊറൈനുകളെയാണ് നമ്മൾ പഠിച്ചത്. ക്ലോസോ, നിഡോ, അരക്നോ, ഹൈപ്പോ ആൻഡ് കൺജങ്ക്റ്റോ. ഓരോന്നിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു. ക്ലോസോബൊറൈൻ ആണെങ്കിൽ എങ്ങനെയായിരുന്നു ക്ലോസോബൊറൈൻ്റെ സ്ട്രക്ചറൽ ഫോർമുല? BnHn+2 ദിസ് ക്ലോസോബൊറൈൻ. നിഡോബൊറൈൻ ആണെങ്കിലോ BnHn+4. അരക്നോബൊറൈനോ BnHn+6. ഹൈപ്പോ BnHn+8. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. സോ BnHn+2 ക്ലോസോ, BnHn+4 നിഡോ, BnHn+6 അരക്നോ, BnHn+8 ഹൈപ്പോ. ഇനി നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. C2B9H12 മൈനസ് ആണ്. അപ്പോൾ കാർബണിനെ നമുക്ക് ബോറോണിൻ്റെ ടേംസിലേക്ക് എഴുതണം. നമുക്കറിയാം കാർബൺ എന്ന് പറയുന്നത് 4 വാലൻസി അല്ലേ? സോ ബോറോൺ 5, BH 4, BH2 3, BH3 2, ഇങ്ങനെയാണ് പോകുന്നത്. സോ കാർബണിൻ്റെ വാലൻസി 4. സോ ഇറ്റ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസ് BH. കാർബണിന് പകരം എന്തിട്ട് കൊടുക്കാം? BH ഇട്ട് കൊടുക്കാം. സോ കാർബൺ 2 കാർബൺ ഉണ്ട്. സോ BH ട്വൈസ്. റിമൈനിങ് അതുപോലെ തന്നെ എഴുതാം. B9H12. ദെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ 12 + 1 30. ക്ലിയർ? ഇനി കൂട്ടി എഴുതാലോ. ഇവിടെ ബോറോൺ 2 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. സോ ടോട്ടൽ ബോറോൺ 11. ദെൻ ഹൈഡ്രജൻ ഇവിടെ 13, ഇവിടെ 2, എത്ര? 15. സോ ദ ആക്ച്വൽ കോൺഫിഗറേഷൻ ദറ്റ് ഈസ് B11H15. So it is related as nidoborane because
BnHn plus 4. n plus 4, 11 plus 4 ആണ് 15 അല്ലേ? So it is belongs to the nidoborane. Clear ആണല്ലോ? Option A closo, option B arachno, option C nido and option D hypo. ഓക്കെ ആണല്ലോ? സോ ബൊറൈനിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പഠിച്ചു വെച്ചിരിക്കുക 5 ടൈപ്പ് ബൊറൈൻ: ക്ലോസോബൊറൈൻ, നിഡോബൊറൈൻ, അരക്നോബൊറൈൻ, ഹൈപ്പോബൊറൈൻ ആൻഡ് കൺജക്റ്റോബൊറൈൻ. ഓരോന്നിനെയും ഫോർമുല പഠിച്ചു വെച്ചിരിക്കുക. BnHn+2, BnHn+4, BnHn+6, BnHn+8. ക്ലോസോ, നിഡോ, അരക്നോ, ഹൈപ്പോ ആൻഡ് കൺജക്റ്റോ. സോ കാർബൺ വരികയാണെങ്കിൽ അതിനെ ബൊറൈനിലേക്ക് മാറ്റുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടോട്ടൽ നോക്കുക, ഏത് ക്ലാസ്സിൽ വരുമെന്ന് നോക്കുക. സോ ഹിയർ C2B9H12 മൈനസ് ഇറ്റ് ഈസ് ബിലോങ്സ് ടു നിഡോബൊറൈൻ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രൗണ്ട് സ്റ്റേറ്റ് ടൈം സിമ്പിൾ ഓഫ് cobalt in COF6 3-. Option A 4F, 4D, 3F and 5D. നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് കൊബാൾട്ട് കോംപ്ലക്സ് ആണ്. COF6 3-, COF6 3-. കൊബാൾട്ട് കോംപ്ലക്സ് ആണ്. സോ ഹിയർ കൊബാൾട്ട് വിച്ച് ഈസ് ഇൻ CO, x minus 6 is equal to minus 3, x is equal to plus 3. So cobalt which is in plus 3 oxidation state. ആണല്ലോ. ഫ്ലൂറിൻ ആണ്, it is a weak ligand, so it is high speed. So cobalt plus 3യുടെ കോൺഫിഗറേഷൻ, കൊബാൾട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4s2 3d7. ഓക്കെ. കൊബാൾട്ട് പ്ലസ് 3 ആകുമ്പോഴോ D6 ആണ്. നോക്കാം. D6 ആകുമ്പോൾ ഷെല്ല് വരച്ച് നോക്കാം. 1 2 3 4 5 then 1 more 6 -2 -1 0 1 2. ഓക്കെ. നോക്കാം. നമുക്ക് ടേം സിമ്പിൾ എഴുതുമ്പോൾ നമുക്കറിയാം 2s plus 1 Lj. നോക്കിയാൽ മതി. ഹിയർ S ഈസ് ഈക്വൽ ടു എസ് എത്രയാണ്? ഇവിടെ രണ്ടെണ്ണമായി പോയി. സോ ഹാഫ് 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 ഹാഫ്, ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് എത്രയാണ്? 2. 2s plus 1 എത്രയാണ്? 2 × 2 plus 1 is equal to 5. ഓക്കെ. 2s plus 1 കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് L ആണ്. നോക്കാം. -2 ഇല്ല, -1 ഒരെണ്ണം 1 ഒരെണ്ണം നമുക്ക് കൂട്ടി നോക്കാം. -1 + 0 + 1 + 2. ഓക്കെ. -1 ക്യാൻസൽ ആയി പോയി, 2 ആണ്. സോ L ഈസ് ഈക്വൽ ടു 2. ഇങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? -2 × 0, -1 × 1, 0 × 1, 1 × 1, 2 × -. ഓക്കെ. സോ ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടി. അപ്പോൾ നമുക്കറിയാം L എന്ന് പറയുന്നത് 0 ആണെങ്കിൽ S ആയിരിക്കും, 1 ആണെങ്കിൽ P ആയിരിക്കും, 2 ആണെങ്കിൽ D ആയിരിക്കും, 3 ആണെങ്കിൽ F ആയിരിക്കും. ഇങ്ങനെ പോകും. ഇവിടെ എത്രയാണ് കിട്ടിയത്? നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 2 ആണ് കിട്ടിയത്. ദാറ്റ് ഈസ് D. ഓക്കെ. സോ 2 ആണ് വന്നത്. ഇറ്റ് കറസ്പോണ്ട് ടു D. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. 2s plus 1 L കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് 2s plus 1 എത്രയാണ് കിട്ടിയത്? 5 ആണ് കിട്ടിയത്. സോ 5D. നമുക്ക് താഴെ തന്നിട്ടില്ലേ, ജെയുടെ ഒന്നിൻ്റെയും തന്നിട്ടില്ല, അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. സോ 4F ആണോ? അല്ല. 4D ആണോ? അല്ല. 3F ആണോ? അല്ല. ദെൻ എത്രയാണ്? 5D ആണ് നമ്മുടെ ആൻസർ. സോ ദ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ D. അപ്പോൾ ഏത് ഇപ്പം തന്നെ 2 ക്വസ്റ്റ്യൻസ് സെയിം ടൈം സിമ്പിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചു. അതുപോലെ എക്സാമിന് ഉറപ്പായിട്ടും ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ടൈം സിമ്പിൾ കണ്ടുപിടിക്കേണ്ടത്. പഠിച്ചു വെച്ചിരിക്കുക 2s plus 1 Lj. അപ്പോൾ എത്രയാണോ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ നോക്കുക, ഷെല്ല് വരയ്ക്കുക, അതിൽ നിന്നും S സ്പിൻ കണ്ടുപിടിക്കുക, 2s plus 1 ചെയ്യുക.
L കണ്ടുപിടിക്കുക കറസ്പോണ്ടിങ് ആയിട്ടുള്ള S P D F ഏതാണെന്ന് വെച്ചാൽ എഴുതുക. Then J L plus S to L minus S അതിൽ ഏത് വേണമെങ്കിലും ആകാം. ബിലോ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ L minus S ഉം ആഫ്റ്റർ ഓർ എബോ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ L plus S ഉമാണ് സാധാരണ എന്താ മെയിൻ ആയിട്ട് എടുക്കാറ്. എല്ലാം വരും എങ്കിലും മെയിൻ. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ടൈം സിമ്പിൾ എന്ന് വെച്ചാൽ അങ്ങനെയായിരിക്കും എടുക്കുന്നത്. സോ ഹിയർ 5DC ഗ്രൗണ്ട് സ്റ്റേറ്റ് ടൈം സിമ്പിൾ ഓഫ് കൊബാൾട്ട് F6 3-. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം ഇതാണ്. റേറ്റ് ഓഫ് ആൻ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ ഈസ് 0.02 mole per dm cube and the rate is halved when the concentration of substrate is 20 mg per dm cube. The ratio of K1 divided by K minus 1 will be dash assuming K2 greater than K minus 1. Option A 0.5, option B 2, option C 0.2, option D 0.05. So it is a question from catalysis. Catalysis എന്ന് പറഞ്ഞ മൊഡ്യൂളിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻസൈം കറ്റാലിസിസ്. സോ കറ്റാലിസിസ് എന്ന് കേൾക്കുമ്പോഴേ റിയാക്ഷനും റേറ്റ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടി എത്തേണ്ടുന്ന ഇക്വേഷനാണ് മിഖായിൽ മെന്റൻ ഇക്വേഷൻ. ഓക്കെ, മിഖായിൽ മെന്റൻ ഇക്വേഷനാണ് നമ്മുടെ മനസ്സിൽ ഓടി എത്തേണ്ടത്. മിഖായിൽ മെന്റൻ ഇക്വേഷൻ. So, Michael-Menten equation അനുസരിച്ച് the rate of a catalyzed reaction it is rate ഓർത്ത് വെച്ചിരിക്കുക K2 into E0 into S divided by Km plus S. This is Michael-Menten equation. Rate is equal to K2 into E0 into S divided by Km plus S. ഇവിടെ K2 into E0 വിളിക്കുന്നതാണ് ലാംഡ മാക്സ്. എന്താണ് ലാംഡ മാക്സ്? സോ വി ക്യാൻ റൈറ്റ് ആസ് റേറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ മാക്സ് എസ് ഡിവൈഡഡ് ബൈ Km എസ്. ഓക്കെ, ഇത് മെന്റൻ കോൺസ്റ്റൻ്റ് ആണ് Km. സോ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഹാഫ് ആകുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ K2 ഗ്രേറ്റർ ദാൻ K minus 1 എന്ന കണ്ടീഷനിൽ K1 ബൈ K minus 1ൻ്റെ വാല്യൂ എത്ര? ഇതാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? ഈ ഇക്വേഷൻ മറക്കരുത്, പഠിച്ചു വെച്ചിരിക്കുക. ഇറ്റ് ഈസ് മിഖായിൽ-മെന്റൻ ഇക്വേഷൻ. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ വി ക്യാൻ റൈറ്റ് when initial rate is halved. Initial rate half ചെയ്യുന്നു. So we can write lambda max by 2. Lambda is equal to lambda max by 2 when initial rate is halved. Half ആവുമ്പോൾ എന്താ ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ മാക്സ് ബൈ 2 ആണ്. ഇനി ഓർത്ത് വെച്ചിരിക്കുക Km എന്ന് പറയുന്നത് മിഖായിൽ-മെന്റൻ കോൺസ്റ്റൻ്റ് ആണ്. Km Michael-Menten constant is equal to substrate concentration. Michael-Menten constant is equal to substrate concentration, that is S. Okay, Km എന്ന് പറയുന്നത് നമുക്കറിയാം. Km കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? K minus 1 plus K2 divided by K1. Michael-Menten കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ K minus 1 plus K2 divided by K1 ആണ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താ? K2 is greater than K minus 1. K2 is greater than K minus 1 അല്ലേ? സോ K2 വളരെ വലുതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കട്ട് ചെയ്യാൻ പറ്റും? K minus 1 എന്നുള്ളത് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. K minus 1 ഈസ് ഗ്രേറ്റർ ദാൻ K2 എന്നാണ്. ഓക്കെ,
k minus 1 is greater than k2 എന്നാണ്. സോ ഇതിൽ നടത്തുന്നത് km, k2നെ കട്ട് ചെയ്ത് കളയാം, വിച്ച് ഇസ് ടു സ്മോൾ. സോ km എന്ന് പറയുന്നത് k minus 1 ഡിവൈഡ് ബൈ k1, ദറ്റ് ഈസ് 20 തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്, ഇത് 20 mg, ദറ്റ് ഈസ് km is equal to substrate concentration. ഓക്കെ, അപ്പോൾ k minus 1 ഡിവൈഡഡ് ബൈ k1 എന്ന് പറയുന്നത് 20 ആണ്. ചോദ്യം ഇതാണ്, k1 ഡിവൈഡ് ബൈ k മൈനസ് വിൽ ബി. അപ്പോൾ എന്താണ് ഇതിൻ്റെ റെസിപ്രോക്കലാണ്, k1 ഡിവൈഡ് ബൈ k മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/20 ആണ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.05. സോ ദ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? സോ കാറ്റലൈസ്ഡ് റിയാക്ഷനോ അതുമായിട്ട് കറ്റാലിസിസിൽ ഏതെങ്കിലും ഒരു റിയാക്ഷൻ റേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓർമ്മ വരേണ്ടുന്ന ഇക്വേഷൻ മിഖായൽ മെൻഡൻ ഇക്വേഷനാണ്. മിഖായൽ മെൻഡൻ ഇക്വേഷൻ മറക്കരുത്. റേറ്റ് ഓഫ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ ഇറ്റ് ഈസ് K2 into E0 into S whole divided by Km plus S. K2 into E0 ആണ് ലാംഡ മാക്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അത് വെച്ചൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ ഉണ്ട്, ഓൾറെഡി പഠിപ്പിച്ചതാണ്. സോ ദിസ് question, the rate of an enzyme catalyzed reaction is 0.02 mole per dm cube and the rate is halved when the concentration of substrate is 20. The ratio of K1 by K minus 1 will be, assuming option D, 0.05 decimeter cube per mg. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് J max for a rigid diatomic molecule with a rotational constant 1.566 centimeter inverse at 300 Kelvin is. ഓക്കെ, ചോദിച്ചിരിക്കുന്ന റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ ജെ മാക്സ് ഫോർ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾ വിത്ത് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 4. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. നമുക്കറിയാം J max കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ J max ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് KT ഡിവൈഡഡ് ബൈ 2BHC മൈനസ് ഹാഫ്. ഓക്കെ, ഇതാണ് J max കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൽ ഓരോ ടേമും അറിയാം. K എന്ന് പറയുന്നത് എന്താണ്? ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. T എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ആണ്. B എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. H എന്ന് പറയുന്നത് എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. C എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, സോ KT ഡിവൈഡ് ബൈ 2BHC. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എന്താ ഡയറക്റ്റ് തന്നിട്ടുണ്ടല്ല അല്ലേ, ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ്. അപ്പോൾ ഓരോ ടേമുകളും ഓർത്ത് വെച്ചിരിക്കുക. K എന്ന് പറയുന്നത് എന്താണ്? ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ T എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ആണ്. B എന്താണ്? B റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ്. H എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ്. C of velocity of light. ഓക്കെ, സോ എല്ലാത്തിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. കെയുടെ വാല്യൂ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ് അറിയാവുന്ന വാല്യൂ ഇറ്റ് ഈസ് 1.38 ഇൻറ്റു 10⁻⁻23. ഓക്കെ, ഇൻറ്റു ടി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്ര വന്നിരിക്കുന്നത്? 300 Kelvin. So 1.38 into 10⁻⁻23 into 300. അതായത് ടെമ്പറേച്ചർ. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ബി എത്രയാണ്? റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര? 1.566. ഓക്കെ, ഇൻറ്റു ബി എഴുതി. ഇനി H പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എത്രയാണ്? ടെൽ മീ.
6.626 into 10 raised to minus 34. 6.662 into 10 raised to minus 34 into C. 3 into 10 raised to minus 8. Okay ആണല്ലോ. ഈ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ you will get approximately 8.1. So റൊട്ടേഷണൽ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഡയറ്റോമിക് മോളിക്യൂൾ ആണ് തന്നിട്ടുണ്ട്. ഒരു റിജിഡ് ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ ജെ മാക്സ് കണ്ടുപിടിക്കാനാണ്. സോ ജെ മാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. ജെ മാക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ടി ഡിവൈഡഡ് ബൈ 2BHC. റൂട്ട് ഓഫ് കെ ടി ഡിവൈഡഡ് ബൈ 2BHC. കെ ഈസ് ദി ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ, ബി rotational constant, h Planck's constant, and c is the velocity. Clear ആണല്ലോ? Yes. എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആൻസർ കിട്ടും 8.1 ആയിരുന്നു. സോ ദ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ടെമ്പറേച്ചർ എഫക്റ്റ് ഓഫ് ഷോർട്ട് കീ ഡിഫക്റ്റ് ഈസ് ഗിവൺ ബൈ. സോ നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ രണ്ട് തരത്തിലുള്ള ഡിഫക്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഈക്വൽ നമ്പർ ഓഫ് ആനോൺസ് ആൻഡ് കാറ്റോൺസ് മിസ്സിംഗ്, ഷോർട്ട് കീ ഡിഫക്റ്റ്. ഓക്കെ, സോ ഹിയർ ഷോർട്ട് കീ ഡിഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ എഫക്റ്റ് എങ്ങനെയാണെന്നാണ് ചോദ്യം. അപ്പോൾ രണ്ട് ഡിഫക്റ്റിൻ്റെയും ടെമ്പറേച്ചർ എഫക്റ്റ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. സോ നമ്പർ ഓഫ് ഷോർട്ട് കീ ഡിഫക്റ്റ്, നമ്പർ ഓഫ് ഷോർട്ട് കീ ഡിഫക്റ്റ് present in ionic compound, present in ionic compound containing n number of, containing n ions at temperature T is given by, ശ്രദ്ധിക്കുക, ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. നമ്പർ ഓഫ് ഷോർട്ട് കീ ഡിഫക്റ്റ് പ്രസൻറ്റ് ഇൻ അയോണിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് n ions at temperature T is given by. ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. n is equal to NE into NE raised to minus E divided by 2 kT ആണ്. Okay, number of short key defect present in ionic compound containing n ions at a temperature T is given by n is equal to NE raised to minus E by 2 kT ആണ്. ഇതുപോലെ തന്നെ ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ് എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ മേ ബി ഫ്രെങ്കൽ ഡിഫക്റ്റിൻ്റെ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സോ ദ നമ്പർ ഓഫ് ഫ്രെങ്കൽ ഡിഫക്റ്റ് പ്രസൻറ്റ് ഇൻ അയോണിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് n ions at a T temperature, അതെന്ത് ഫ്രെങ്കൽ ഡിഫക്റ്റിൻ്റെ ആണെങ്കിൽ, ഫ്രെങ്കൽ ഡിഫക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ആൻസർ n ഈസ് ഈക്വൽ ടു n ഡാഷ് E raised to minus E by 2 kT ആണ്. ഇവിടെ എന്നും n ഡാഷും ഉണ്ട്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അയോൺസും, ദെൻ n ഡാഷ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡസ്ട്രീഷ്യൽ ബൈ ക്യാൻ ടേക്ക് അപ്പ് ഫ്രീ ആറ്റവുമാണ്. ഓക്കെ, അതാണ് n ഡാഷ്. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഷോർട്ട് കീ ഡിഫക്റ്റ്. n E raised to minus E by 2 kT. So E raised to E by 2 kT ഉണ്ട്, E raised to minus E by kT ഉണ്ട്, E raised to E by kT ഉണ്ട്, E raised to minus E by 2 kT ഉണ്ട്. So the answer it is E raised to minus E by 2 kT. അപ്പം പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, തിരിഞ്ഞു പോകരുത്. നെഗറ്റീവ് ഇറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. സോ ദ നമ്പർ ഓഫ് ഷോർട്ട് കീ ഡിഫക്റ്റ് അറ്റ് എ ടെമ്പറേച്ചർ എഫക്റ്റ് എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു n E raised to minus E divided by 2 kT. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 21. ശ്രദ്ധിക്കുക.
the degeneracy of the energy level of a particle in cubic box with the quantum numbers nx is equal to 3, ny is equal to 2 and n is equal to 1. അപ്പം ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ഡീജനറസി തന്നിട്ടുണ്ട്. എൻ എക്സ് എന്ന് പറയുന്നത് 3 ആണ്, എൻ വൈ 2, എൻ ഇസഡ് 1. നോക്കാം നമുക്ക്. എൻ എക്സ് 3, 2, 1 ആണ്. ഓരോ ഡീജനറസി പറഞ്ഞാൽ ഡിഫറെൻ്റ് അറേഞ്ച്മെൻറ്റ്. സോ എൻ എക്സ്, എൻ വൈ, എൻ ഇസഡ് 3, 2, 1 എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. 3, 1, 2 എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. 2, 3, 1, 2, 1, 3, 1, 3, 2, 1, 2, 3. ഓക്കെ, ഇനി ഒരു ഓപ്ഷൻ ഉണ്ടോ അറേഞ്ച്മെൻറ്റ്സിന്? ഇല്ല. ദിസ് ഈസ് ദ മാക്സിമം പോസിബിലിറ്റി. Okay, so how many ways? 1, 2, 3, 4, 5 and 6. So the number of degeneracy or the degeneracy of energy levels of particle in cubic box with quantum number nx is equal to 3, ny is equal to 2 and nz is equal to 1. The number it is 6 ആയിരിക്കും. ഓക്കെ, സോ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ പഠിക്കാനുള്ളൊരു ഹിൻഡ് തരാം. nx is equal to ny is equal to nz ഇങ്ങനെയാണ് എങ്കിൽ, ദാറ്റ് ഈസ് ഓൾ ദി എനർജി ക്വാണ്ടം നമ്പേഴ്സ് ആർ സെയിം ആണ് എങ്കിൽ ദ ഡീജനറസി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഇനി എൻ എക്സും എൻ വൈയും സെയിം ആണ് ബട്ട് നോട്ട് ഈസ് ഈക്വൽ ടു എൻ ഇസഡ് ആണെങ്കിൽ ഡീജനറസി എന്തായിരിക്കും? 3 ആയിരിക്കും. ഇനി എൻ എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു എൻ വൈ നോട്ട് ഈസ് ഈക്വൽ ടു എൻ ഇസഡ്. അതല്ലേ ഇവിടെ സംഭവിച്ചത്? 3, 2, 1 ഡിഫറൻ്റ് ആയിരുന്നു അല്ലേ? സോ ദ ഡീജനറസി is 6 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് the degeneracy of the energy level of a particle in cubic box with quantum number nx is equal to 3, ny is equal to 2, nz is equal to 1. It is 6. Clear ആണല്ലോ? Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൊട്ടേഷണൽ എൻട്രോപ്പി ഈസ് മാക്സിമം ഫോർ. ചോദ്യം, റൊട്ടേഷണൽ എൻട്രോപ്പി ഈസ് മാക്സിമം ഫോർ ഹൈഡ്രജൻ, നൈട്രജൻ, ക്ലോറിൻ ആൻഡ് ഓക്സിജൻ. സോ ഇവിടെ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അക്കോർഡിംഗ് ടു ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ അക്കോർഡിംഗ് ടു ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്കറിയാം, അക്കോർഡിംഗ് ടു ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്കറിയാം, larger the energy difference between ground state and excited state. GS for ground state and ES for excited state. Ground state and excited state, lower will be the population. Lower will be the population. Okay, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിൽ നല്ല ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ, എനർജിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്താ, ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആൾക്ക് എക്സൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പം പോപ്പുലേഷൻ എന്ത് ചെയ്യും? കുറയും ആണല്ലോ. സോ അക്കോർഡിംഗ് ടു ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, ലാർജർ ദി എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് excited state, the population decreases. Okay, so here nx is equal to e raised to minus e by kt and ex is equal to e raised to minus e divided by kt. നമ്മൾക്കറിയാം ഇവിടെ എനർജി E is equal to energy difference between excited state and ground state BHC ആണ്.
ഓക്കെ, BHC ആണ്. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? ബി ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ 8π² IC ആണ്. ഓക്കെ, I it is the moment of inertia, it is mu r². Mu it is the reduced mass. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷനുകളുടെ റെഡ്യൂസ്ഡ് മാസ് നോക്കുക. റെഡ്യൂസ്ഡ് മാസും ഐ ആണ്. റെഡ്യൂസ്ഡ് മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ റെഡ്യൂസ്ഡ് മാസ് ഏറ്റവും കുറവാർക്കാണ്? റെഡ്യൂസ്ഡ് മാസ് ഏറ്റവും കുറവ് ഹൈഡ്രജൻ ആണ് അല്ലേ? ദെൻ നൈട്രജൻ. ഓക്കെ, ഹൈഡ്രജൻ, ദെൻ നൈട്രജൻ, ഓക്സിജൻ ആണല്ലോ. ഹിയർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? അതിൻ്റെ ബി, ദറ്റ് ഈസ് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്. സോ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് ഈസ് വെരി ഹയർ ഫോർ ഹൈഡ്രജൻ, ദെൻ ഡ്യൂട്ടീരിയം, ദെൻ നൈട്രജൻ, ആൻഡ് ദി ലാസ്റ്റ് ഏറ്റവും ലീസ്റ്റ് ആർക്കാണ്? റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് ഏറ്റവും ലീസ്റ്റ് ഓക്സിജൻ ആണ്. സോ സ്മോൾ വാല്യൂ ആണ് ആർക്കുള്ളത്? ഓക്സിജൻ ഉള്ളത്. സോ സ്മോളർ ദ വാല്യൂ ആണെങ്കിൽ അവിടെ പോപ്പുലേഷൻ കൂടുതലായിരിക്കും. സോ ദ എൻട്രോപ്പി ഈസ് മാക്സിമം ഫോർ ഓക്സിജൻ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാർജ് ഡിഫറൻസ്, അപ്പം എന്താ? എൻട്രോപ്പി കൂടും. സോ ഒരിക്കൽ കൂടി പറയുന്നു, അക്കോർഡിംഗ് ടു ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, larger the energy difference between ground state and excited state, lower will be the population. That is, NEX is equal to E raised to minus E by KT. E is equal to BHC. B is equal to H divided by 8π² IC. I എന്ന് പറഞ്ഞാൽ moment of inertia, mu r². Reduced mass ഹൈഡ്രജൻ ഏറ്റവും കുറവാണ്, അതുകൊണ്ട് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് ഏറ്റവും കൂടുതലാണ്. So more molecule can be found in excited state, resulting in larger entropy. So rotational constant ഏറ്റവും കൂടുതലുള്ള ഓക്സിജൻ ആയിരിക്കും എന്ത്? എൻട്രോപ്പി, മാക്സിമം എൻട്രോപ്പി ഉള്ളത്. ക്ലിയർ ആണല്ലോ? യെസ്. സോ ദ റൊട്ടേഷണൽ എൻട്രോപ്പി ഈസ് മാക്സിമം ഫോർ ഓക്സിജൻ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Number of ways in which 4 indistinguishable particles may be assigned to 3 states having energy 1, 2 and 3 such that total energy remains 10 units. അപ്പോൾ എത്രയാണ്? നമ്പർ ഓഫ് ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു 4. നോക്കാം നമുക്ക്. Number of indistinguishable particles equal to 4. ഓക്കെ, എത്ര സ്റ്റേറ്റ് ഉണ്ട്? സ്റ്റേറ്റുകളുടെ എണ്ണം 3 സ്റ്റേറ്റ്. ടോട്ടൽ എനർജി റിമെയിൻസ് 10. ടോട്ടൽ എനർജി എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കറിയാം എനർജി ലെവൽ 1, then second energy, third energy, അതല്ലേ? 1, 2 and 3. ടോട്ടൽ എനർജി എത്രയാവുമോ? 10 ആകാമോ? എത്ര ആളുകളുണ്ട്? 4 പേരുണ്ട്. അങ്ങനെ അറേഞ്ച് ചെയ്യണം. നോക്കാം നമുക്ക്. 3-ൽ 3 പേരെ അറേഞ്ച് ചെയ്തിട്ട് 1-ൽ ഒരാളെ അറേഞ്ച് ചെയ്യണം. ടോട്ടൽ എനർജി 10 അല്ലേ? 3, 6, 9, 9, 1, 10. ഓക്കെ, ഇനി എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? 3-ൽ 2 പേരെയും 2-ൽ 2 പേരെയും ഇങ്ങനെ അറേഞ്ച് ചെയ്തൂടെ? അപ്പം 3 + 3 6, 2 + 2 4, 6 + 4 10. വേറെ ഏതെങ്കിലും രീതി പറ്റുമോ? ഇല്ല, ഈ 2 രീതിയിലേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കാം. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു n factorial divided by n1 factorial into n2 factorial up to ni factorial. ഇവിടെ n factorial എത്രയാണ്? എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്? 4 ആണ്. സോ 4 factorial
divided by n1 factorial. n1 factorial എന്ന് പറഞ്ഞാൽ 3ൽ 3 പേര്, then 1ൽ ഒരാൾ. So 4 factorial divided by 1 factorial into 3 factorial. Okay, plus 4 factorial divided by ഇവിടെയോ 3ൽ 3 പേര്, 2ൽ 2 പേര്. So 3 factorial into 2 factorial. Okay, ഇത് ആൻസർ ചെയ്യുമ്പോൾ സോ 4 factorial means 4 into 3 into 2 into 1, that is 4 factorial divided by 3 into 2 into 1. അപ്പം ടോട്ടൽ കട്ട് ചെയ്തു 4 ആണ് ആദ്യത്തേതിൽ നിന്ന് കിട്ടുന്നത്. രണ്ടാമത്തതോ 4 into 3 into 2 into 1 divided by 3 into 2 into 1, then 2 into 1. So here 4 factorial divided by ഇവിടെ 2 ആളുകൾ, ഇവിടെയും 2 ആളുകളാണ്. സോ 2 factorial into 2 factorial. Okay, so 4 factorial divided by 1 factorial into 3 factorial plus 4 factorial divided by 2 factorial into 2 factorial. അപ്പോൾ എത്ര കിട്ടുന്നത്? 4, ഇവിടെ 2 ആണ് കിട്ടുന്നത്. സോ 6 ഇവിടെ കിട്ടും. സോ 6 plus 4 is equal to 10. The answer it is 10 ആണ് കിട്ടുന്നത്. ഈ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, you will get the answer 10. So this question, the option B is the right answer. Option A, option C and option D are wrong. Option B, 10 is the right answer.